വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു ഫണ്ട് ഫ്ലോ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളാണിപ്പോൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 സ്റ്റെപ്പുകൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് 4ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ 4 സ്റ്റെപ്പുകൾ പറഞ്ഞതിൽ നിന്ന് അവസാനത്തെ, അഥവാ ഇനി ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് അവസാനമായിട്ട് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അത് എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്താണ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ മുമ്പ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. ഇവിടെ മെയിനായിട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ മുമ്പ് ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഉൾക്കൊള്ളുന്ന എന്താണ്, ഫണ്ടിൻ്റെ സോഴ്സ്. ഫണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് വർക്കിംഗ് ക്യാപിറ്റൽ. എവിടെ നിന്നെല്ലാമാണ് ബിസിനസ്സിലേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടാൻ കാരണമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചത്, അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ കുറയാനും സാധ്യതയുള്ള ട്രാൻസാക്ഷനുകൾ ഏതെല്ലാം എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ between 2 balance sheet date. It is prepared with the help of non-current asset and non-current liabilities, capital and reserve as appearing in the 2 balance sheet and with the additional information given after the balance sheet. എന്ന് വെച്ചാൽ നമ്മൾ പറയപ്പെട്ടതുപോലെ തന്നെ നോൺ കറണ്ട് ഐറ്റംസ്, അതിൽ നിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു 2 ഡിഫറൻസ് പറഞ്ഞിരുന്നു. 2 കറണ്ട് ഐറ്റംസ് തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല, വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ചസ് വരുന്നില്ല. പിന്നീട് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കറണ്ട് ഐറ്റവും ഒരു ഫിക്സ്ഡ് ഐറ്റവും തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിൽ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആൻഡ് റിസർവ് തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, അഡീഷണൽ ഇൻഫർമേഷൻ ഗിവൺ ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ്. ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ആഫ്റ്റർ അഡീഷണൽ ഇൻഫർമേഷൻ നൽകുകയാണെങ്കിൽ കുറച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൽ ചേഞ്ചസ് വരുന്നത്, വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് അത് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ദെൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ടു അനലൈസ് the causes of net increase or decrease in the working capital as found by the schedule of changes in working capital. നമ്മളൊരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പയർ ചെയ്തിരുന്നു. അവിടെ നമുക്ക് മനസ്സിലായി വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഉണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ചേഞ്ചസ് അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. എന്താ പറഞ്ഞത്, to analyze the cause of net increase or decrease in the working capital as found by the schedule of changes in working capital. ഓക്കെ, അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസിൻ്റെ കാരണങ്ങൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഷോ ദ സോഴ്സസ് ഫ്രം വിച്ച് ഫണ്ട് വെർ ഒബ്റ്റെയിൻഡ് ആൻഡ് ഹൗ ദീസ് ഫണ്ട്സ് വെർ യൂസ്ഡ്. എവിടെ നിന്നെല്ലാം ഫണ്ട് ഒബ്റ്റെയിൻ ചെയ്തു, അതുപോലെ തന്നെ അത് എവിടെയെല്ലാം നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതെല്ലാം ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരക്കുന്ന സമയത്ത് ഇതിൻ്റെ മുമ്പ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, അതുപോലെ 3rd സ്റ്റെപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു രീതികളിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു ബാലൻസിങ് ഫിഗർ ഉണ്ടായിരുന്നു. ആ ബാലൻസിങ് ഫിഗർ എല്ലാം നമ്മളിവിടെ ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും നമുക്കതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതിനു മുമ്പ് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ 2 ഫോംസ്. 2 രീതിയിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ടി ഓർ അക്കൗണ്ട് ഫോർമാറ്റ്. ടി ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ എല്ലാം ഫോർമാറ്റ് തന്നെ. ഒരു
ഇംഗ്ലീഷിൽ ആൽഫബറ്റിൽ ടി എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ രണ്ട് വശത്ത് ഒരു വശത്ത് നമ്മൾ അസറ്റ് മറുവശത്ത് ലയബിലിറ്റി എഴുതാറുണ്ട് സാധാരണ ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വശത്ത് സോഴ്സും ഒരു വശത്ത് അപ്ലിക്കേഷനുമാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അതിനെ തന്നെ നമ്മൾ അക്കൗണ്ട് ഫോർമാറ്റ് എന്നും വിളിക്കും. കാരണം അക്കൗണ്ട് ഫോർമാറ്റ് നമുക്കറിയാവുന്നതാണ്. ടി ഫോർമാറ്റിലാണ് അക്കൗണ്ട് നമ്മൾ വരക്കാറ്. ഒരു സൈഡിൽ ഡെബിറ്റും ഒരു സൈഡിൽ ക്രെഡിറ്റും നൽകിയിട്ട് അത്തരത്തിൽ നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരക്കാം. ഇനി അതല്ല മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ വരക്കാം. അതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. റിപ്പോർട്ട് ഫോർമാറ്റ് അഥവാ വെർട്ടിക്കൽ ഫോമിൽ നമുക്ക് താഴേക്ക് ബാലൻസ് ഷീറ്റ് എഴുതിയിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ. അതുപോലെയാണ് ഈ ഒരു റിപ്പോർട്ട് ഫോർമാറ്റിൽ നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എങ്ങനെയാണ് ടി ഫോർമാറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ഫോർമാറ്റിൽ ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു രൂപമാണ് ഇവിടെ നൽകിയത്. സ്പെസിമെൻ ഓഫ് അക്കൗണ്ട് ഫോം ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അക്കൗണ്ട് ഫോമിൽ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയാണ് അവിടെ നൽകിയത്. മുകളിൽ നമ്മൾ ഹെഡിങ് നൽകും, എന്ത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ഇനി അതിൻ്റെ താഴെ 2 കോളംസ്. ആ കോളംസിൽ ഫസ്റ്റ് കോളത്തിൽ സോഴ്സസ് ഓഫ് ഫണ്ട്, ദെൻ സെക്കൻഡ് കോളത്തിൽ യൂസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് നൽകും. അതുപോലെ തന്നെ അതിന് രണ്ടിനും ഓരോ എമൗണ്ട് കോളവും പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഇതിൽ പറയപ്പെടുന്ന ഓരോ ഐറ്റംസ് ശ്രദ്ധിക്കുക. സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ താഴെ വരുന്നത്, സോഴ്സസ് മീൻസ് നമ്മുടെ ബിസിനസ്സിലേക്ക് എവിടെ നിന്നെല്ലാമാണ് പണം വരുന്നത്. ഓക്കെ, അത്തരത്തിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് പണം ലഭിക്കുന്ന ആ ഒരു സോഴ്സ് അതെല്ലാം ഇവിടെ നമ്മൾ ചേർക്കും. ഫസ്റ്റ് വൺ ഇഷ്യൂ ഓഫ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ബിസിനസ്സിൽ ക്യാപിറ്റൽ വരുന്നുണ്ട്, പണം വരുന്നുണ്ട്. അത് എന്താണ് മെയിൻ സോഴ്സായിട്ട് ഇഷ്യൂ ഓഫ് ഷെയർ എന്നുള്ളത് നമുക്ക് പരിഗണിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് ബിസിനസ്സിലേക്ക് ഇൻഫ്ലോ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഔട്ട്സൈഡേഴ്സിന് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ് വരുന്നത്. ഫണ്ട് ഫ്ലോ എന്ന് പറയുക, ഫണ്ടാണ് പരിഗണിക്കുന്നത്. ക്യാഷ് എന്ന് അതിൻ്റെ അടുക്ക് പറഞ്ഞു എങ്കിലും ക്യാഷ് വരുമ്പോൾ തന്നെയാണ് നമ്മുടെ ആ ഒരു ഫണ്ടിൽ മാറ്റം വരുന്നത്. ദാറ്റ് ഈസ് വർക്കിംഗ് ക്യാപിറ്റലിൽ മാറ്റം വരുന്നത്. കാരണം ഇവിടെ 2 ഐറ്റംസ് ശ്രദ്ധിക്കുക. ഒന്ന് ഇഷ്യൂ ഓഫ് ഷെയർ ആണ്, ഒന്ന് വന്നത് കറണ്ട് അസറ്റാണ്, പക്ഷേ നൽകിയത് എന്താണ് ലോങ് ടൈം ഐറ്റമാണ്. അതുപോലെ തന്നെയാണ് ഡിബഞ്ചറും. കറണ്ട് ഐറ്റം നമുക്ക് കൂടുന്നു, ഡിബഞ്ചർ ചെയ്യുമ്പോൾ അത് ലോങ് ടൈം ആയിട്ടുള്ള മറ്റൊരു ഐറ്റമാണ് ഉപയോഗപ്പെടുത്തിയത്. എന്തായാലും ഒരു കറണ്ടും ഒരു ലോങ് ടൈം ഐറ്റമാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ മറ്റൊന്ന് മീഡിയം ആൻഡ് ലോങ് ടൈം ബോറോയിങ്സ്. മീഡിയം ബോറോയിങ്സും ലോങ് ടൈം ബോറോയിങ്സും ചെയ്യുന്നതിലൂടെ നമുക്ക് ഫണ്ടിൽ സോഴ്സ് ഇങ്ങോട്ടേക്ക് ഇൻഫ്ലോ ആണ് ഫണ്ടിൽ വന്നിട്ടുള്ളത്. ദെൻ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് സെയിൽ നടത്തുന്ന സമയത്ത് നമ്മുടെ ഒരു കറണ്ട് അസറ്റ് വർദ്ധിച്ചു, നോൺ കറണ്ട് അസറ്റ് കുറയുകയും ചെയ്തു. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റം വരുന്ന ഒന്നാണ് എന്ത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതെന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്? നമുക്ക് തൊട്ട് മുമ്പ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഈ ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ബാലൻസിങ് ഫിഗർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള ഈ ഒരു എമൗണ്ട്. ഇത് നമ്മളവിടെ ഈ ഒരു ഇന്ന് ചെയ്തിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് ഫോർമാറ്റിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത്. ഓക്കെ, ദെൻ അതിൻ്റെ താഴെ ജി നൽകിയത് നോൺ ട്രേഡിംഗ് ഇൻകംസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്, ഡിവിഡൻഡ് റിസീവ്ഡ്. എന്താണ് ഈ ഒരു നോൺ ട്രേഡിംഗ് ഇൻകംസ് എന്ന് പറഞ്ഞാൽ? അതിന് ചെറിയൊരു നോട്ട് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ചോ. നെക്സ്റ്റ്, നോൺ ട്രേഡിംഗ് ഇൻകംസ് അഥവാ നോൺ ട്രേഡിംഗ് റെസിപ്റ്റ്സ് സച്ച് ആസ് ഡിവിഡൻഡ് റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ദെൻ റീഫണ്ട് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര ഷുഡ് ബി ട്രീറ്റഡ് ആസ് സോഴ്സ് ഓഫ് ഫണ്ട്. ഓക്കെ, ഷുഡ് ബി ട്രീറ്റഡ് ആസ് സോഴ്സ് ഓഫ് ഫണ്ട്. എന്താണ് ഇതൊക്കെ സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇങ്ങനെ നോൺ ട്രേഡിംഗ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊരു അക്കൗണ്ട് നൽകി, തൊട്ട് മുമ്പ് ശ്രദ്ധിക്കുക, ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഉൾക്കൊള്ളാത്ത കാര്യങ്ങളാണ് ഈ നോൺ ട്രേഡിങ്. കാരണം നമ്മൾ ഇന്നലെ ചെയ്ത സമയത്ത് കുറച്ച് ഐറ്റംസ് അതിൽ നിന്ന് കുറച്ചിരുന്നു അല്ലേ, ഡെബിറ്റ് ചെയ്ത ഐറ്റംസ്
കുറച്ചിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ദീസ് ആർ ഡിഡക്റ്റഡ് ഫ്രം പ്രോഫിറ്റ് വൈൽ കാൽക്കുലേറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത്, അതായത് ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തിരുന്നു? ദീസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓപ്പറേഷനിൽ ഇൻക്ലൂഡഡ് ചെയ്യാത്ത ഐറ്റം ആയിരുന്നു എന്ത്? ഡിവിഡൻഡ് റിസീവ്ഡ്. കാരണം ഡിവിഡൻഡ് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ഭാഗമായിട്ട് ലഭിച്ച ഒന്നല്ല. അതുകൊണ്ട് അതിൽ നിന്ന് അത് നമ്മൾ ഒഴിവാക്കിയിരുന്നു. ദെൻ റെൻറ്റ് റിസീവ്ഡ്. റെൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രവർത്തന മൂലം ലഭിക്കുന്നതല്ല, അതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ദെൻ റീഫണ്ട് ഓഫ് ടാക്സ്. ഈ പറയപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ എന്നാലോ ഇതെല്ലാം ബിസിനസ്സിലേക്ക് ക്യാഷ് വന്ന ഒരു സംഭവം തന്നെയല്ലേ. ഇപ്പോൾ ഡിവിഡൻഡ് റിസീവ്ഡ് എന്താ? നമ്മൾ ബിസിനസ്സിലെ പണം ഉപയോഗിച്ച് മറ്റേതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ലഭിച്ച ഡിവിഡൻഡാണത്. ബിസിനസ്സിലേക്ക് ഇൻഫ്ലോ തന്നെയാണ്. വർക്കിംഗ് ക്യാപിറ്റലിൽ അത് മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഓപ്പറേഷൻ്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട് അവിടെ നമ്മൾ ചേർത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ അത് ഇവിടെ ചേർക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ദീസ് ആർ ഡിഡക്റ്റഡ് ഫ്രം പ്രോഫിറ്റ് വൈൽ കാൽക്കുലേറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഓപ്പറേഷൻ ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ചിരുന്നു. അതുകൊണ്ട് ദീസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ കൊള്ളുന്ന ഒന്നല്ല എന്നുള്ളത് കൊണ്ട് അവിടെ കുറച്ചിരുന്നു. ദാറ്റ് ഇസ് വൈ ദീസ് ആർ ടേക്കൺ ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് സോഴ്സ് ഓഫ് ഫണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ അത് സോഴ്സസ് ഓഫ് ഫണ്ട് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ ആ ഒരു ജി എന്നുള്ളതിൽ കാണിച്ചത്. നോൺ ട്രേഡിംഗ് ഇൻകംസ്. നോൺ ട്രേഡിംഗ് ഇൻകംസ് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ഉൾക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ഇവിടെ പ്രത്യേകിച്ച് നമ്മളെടുത്ത് കാണിക്കേണ്ടതുണ്ട്. ഐറ്റംസ് ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് എച്ച് എന്താണ്? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്ത് ശ്രദ്ധിക്കുക. ആസ് പെർ ദ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ പഠിച്ചു. എങ്ങനെയാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അഥവാ ബാലൻസ് ഷീറ്റിലുള്ള കറണ്ട് ഐറ്റംസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഡിക്രീസ് എന്നുള്ള ആ ഒരു ബാലൻസിങ് ഫിഗർ നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ സോഴ്സ് സൈഡിലും, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ എവിടെ കാണിക്കുക? അത് യൂസ് അപ്ലിക്കേഷൻ ഭാഗത്തുമാണ് നമ്മൾ കാണിക്കുക. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അത് അപ്ലിക്കേഷൻ എന്നുള്ള ആ ഒരു സൈഡിലാണ് കാണിക്കുക. ഇനി യൂസസ് ഓർ അപ്ലിക്കേഷൻ സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. അതിൽ റിഡംഷൻ ഓഫ് ഷെയർസ്. നമ്മൾ ഷെയർ റിഡീം ചെയ്യുകയാണെങ്കിൽ ബിസിനസ് പുറമേക്ക് നൽകിയിട്ടുള്ള ഷെയർ തിരിച്ചു വാങ്ങുക, അതാണല്ലോ റിഡംഷൻ എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് എന്താവും? ഷെയർ ക്യാപിറ്റൽ നമുക്ക് കുറയുമെങ്കിലും അതിന് ആനുപാതികമായിട്ട് നൽകുന്നത് എന്താണ്? കറണ്ട് അസറ്റ് ആയിട്ടുള്ള ഒരു ക്യാഷാണ് നൽകുന്നത്. അതുകൊണ്ട് അതെന്താണ്? സോഴ്സാണ്, പുറമേക്കുള്ള ഒരു ഒഴുക്കാണ്. ദെൻ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ റിഡീം ചെയ്യുന്ന സമയത്തും. ദെൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ റീപേയ്മെൻറ്റ്. അതുപോലെ തന്നെ പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇവയെല്ലാം. ദെൻ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ നോൺ ട്രേഡിങ് എക്സ്പെൻസസ്. ഇൻകംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിൽ എന്താണ്? നോൺ ട്രേഡിങ് എക്സ്പെൻസസ് എല്ലാം എന്താണ്? യൂസസ് ആണ്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ആണ് എന്നുള്ളത് മനസ്സിലായി. എക്സ്പെൻസസ് ആണ്. ഓക്കെ, എക്സ്പെൻസസ് നമ്മൾ ചിലവായിട്ടുണ്ട്, പക്ഷേ ഓപ്പറേഷൻ്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഏതിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പറഞ്ഞ പോലെ എക്സ്പെൻസ് ഫ്രം ഓപ്പറേഷനിൽ നമ്മൾ ചേർത്തിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ നേരിട്ട് തന്നെ ഉപയോഗിക്കുകയാണ്. അഥവാ ഡിവിഡൻഡ് പെയ്ഡ് പോലെയുള്ള ഐറ്റംസ് എല്ലാം ഔട്ട്ഫ്ലോ തന്നെയാണ്, അതും ഇവിടെ ഉപയോഗിക്കും. ദെൻ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ. ഓക്കെ, ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഫണ്ട് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഥവാ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ആണല്ലോ, ആ ഒരു പ്രോഫിറ്റ് ആണെങ്കിൽ സോഴ്സ് സൈഡിൽ എഴുതും എന്ന് പറഞ്ഞു. ലോസ് ആണെങ്കിൽ എവിടെ എഴുതണം? ഈ ഒരു അപ്ലിക്കേഷൻ സൈഡിലും എഴുതണം. ഈ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട് ഫോർമാറ്റിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സിമ്പിളാണ്. ഈ ഒരു ഐറ്റംസ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. കാണാപാഠം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ എന്തൊക്കെ എടുത്തു, അതുപോലെ തന്നെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചു, ദെൻ അറ്റ് ലാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെല്ലാം ഉപയോഗിച്ചു എന്നെല്ലാം നമുക്കറിയാം. അതിൽ പെടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു അക്കൗണ്ട്സിൽ നിന്നെല്ലാം എന്നുള്ള ബാലൻസിങ് ഫിഗറുകളുമുണ്ട്. അത് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു അക്കൗണ്ട് രൂപത്തിൽ എഴുതിയത് ഒന്ന് താഴേക്ക് വെർട്ടിക്കൽ ഫോർമാറ്റിലേക്ക് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് അതാണ്. ഈ നോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് സ്പെസിമെൻ ഓഫ് വെർട്ടിക്കൽ ഫോം ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വെർട്ടിക്കൽ ഫോം അഥവാ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അത് നമ്മൾ എന്ത് ചെയ്യും? ഹെഡിങ് കൊടുക്കും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്.
എന്നിട്ടോ ഒരു പർട്ടിക്കുലർ കോളം ഒരു എമൗണ്ട് കോളം. ഇനി ഈ ഒരു സോഴ്സസ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ എഴുതി അതിൻ്റെ താഴെ ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്ലിക്കേഷൻസ് ചെയ്തു. അപ്ലിക്കേഷൻസ് ഞാൻ കാണിക്കാതെയും സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ സെയിം ഐറ്റംസ് തന്നെയാണ്. എന്തൊക്കെയാണ് സോഴ്സസ്? ഇഷ്യൂ ഓഫ് ഷെയർ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ദെൻ മീഡിയം or long term borrowings, sale of fixed asset, sale of investment, fund from operation, then non trading incomes, decrease in working capital, then schedule of changes. ഈ ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ട് സൈഡിലായപ്പോൾ ആ ഒരു സോഴ്സ് സൈഡിൽ കാണിച്ചു എന്ന് മാത്രം. അതിൻ്റെ ടോട്ടൽ എഴുതും. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ എന്ത് ചെയ്തും, ഇനി എന്ത് എഴുതും, നമ്മുടെ യൂസസ് ഓർ അപ്ലിക്കേഷൻസ് എഴുതും. അതിലും സെയിം ഐറ്റംസ് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഐറ്റംസ്, അഥവാ റിഡംഷൻ ഓഫ് ഷെയർ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റീപേയ്മെൻറ്റ് ഓഫ് ലോങ് ടേം ബോറോവിങ്സ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നോൺ ട്രേഡിംഗ് എക്സ്പെൻസസ്, ദെൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തുടങ്ങിയ ഐറ്റംസ് ചേർക്കും. ഇത് രണ്ടിൻ്റെയും ടോട്ടൽ എഴുതിയിട്ട് ആ ടോട്ടലിൽ നിന്ന് അപ്ലിക്കേഷനും അതുപോലെ തന്നെ സോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കും. എന്നിട്ട് അതിലാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുക, വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ആണോ ഓർ ഡിക്രീസ് ആണോ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ആ ഒരു എമൗണ്ടും കൂടെ ഉപയോഗിച്ച് ഇതിൽ എഴുതുന്ന സമയത്താണ് നമുക്ക് രണ്ട് ഭാഗവും ടാലിയായിട്ട് ലഭിക്കുന്നത്. അതിന് ഒരു ടാലി ഫിഗറാണ് നമുക്കിതിൽ ലഭിക്കുക. ഏതായാലും 4 സ്റ്റെപ്പുകളും ബന്ധിപ്പിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ ഓരോരോ വശങ്ങളും നമുക്ക് മൈന്യൂട്ടായിട്ട് പഠിച്ചു പോവാം. ആ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള ചെറിയ കുറച്ച് ഡിഫറൻസുകളുണ്ട്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് കോളത്തിൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും സെക്കൻഡ് കോളത്തിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത് നമുക്കറിയാം. അവിടെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് കറണ്ട് അസറ്റും അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റീസും മാത്രമായിരുന്നു. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് നമുക്ക് നൽകിയിരുന്നു. എന്നിട്ട് പ്രോബ്ലം ചെയ്ത സമയത്ത് ഫിക്സഡ് ഐറ്റംസ് നമ്മൾ അവിടെ ഉപയോഗിച്ചിട്ടേ ഇല്ല. നമ്മൾ ഉപയോഗിച്ച് എന്തായിരുന്നു, കറണ്ട് ഐറ്റംസ് മാത്രമായിരുന്നു. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ നോൺ കറണ്ട് അസറ്റും നോൺ കറണ്ട് ലയബിലിറ്റീസാണ് ഉപയോഗപ്പെടുത്തുന്നത്. കാരണം എന്താ, കറണ്ട് ഐറ്റംസ് മൊത്തത്തിലെടുത്തിട്ട് അതിൻ്റെ ചേഞ്ചസ് മാത്രം നമ്മൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. എന്ത്, ആ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നുള്ള ഒരു ബാലൻസിങ് ഫിഗർ മാത്രമേ ഇവിടെ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഷോസ് ചേഞ്ചസ് ഇൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ഇൻഡിവിജ്വലി. ഓരോരോ ഐറ്റംസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അവിടെ നമ്മൾ കാണിച്ചിരുന്നു അല്ലേ. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഓരോ ഐറ്റംസിനും ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളത് 4 കോളംസ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കാണിച്ചത് ഓർക്കുന്നുണ്ടാവും. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഷോസ് ദ സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഓഫ് എ ഫേം ആസ് ഹോൾ. മൊത്തത്തിൽ അവസാനത്തിൽ നമ്മുടെ സോഴ്സസും അപ്ലിക്കേഷനും എത്രയെന്നുള്ളത് മൊത്തത്തിൽ കാണിക്കുകയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് അക്കൗണ്ടിങ് പീരീഡ്സ്. 2 കോൺസിക്യൂട്ടീവ് അക്കൗണ്ടിങ് പീരീഡ്സിലുള്ള ബാലൻസ് ഷീറ്റ് നമുക്ക് അറിയാം. 2015-16 വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 2 വർഷത്തെ അക്കൗണ്ട്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ നമ്മൾ ഇൻക്രീസോ ഡിക്രീസോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ഫേം ഫോർ 2 കോൺസിക്യൂട്ടീവ് അക്കൗണ്ടിങ് പീരീഡ്. അവിടെ 2 കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും 2 സമയത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദെൻ നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റോ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ഓവറോൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ മൊത്തത്തിലുള്ള ഓപ്പറേഷണൽ എഫിഷ്യൻസി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് നോട്ട് ഷോൺ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണിക്കുന്നില്ല. കാരണം എന്താ, അവിടെ ആ ഒരു ബാലൻസ് ഷീറ്റിൽ നിന്നുള്ള കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി മാത്രം ഉപയോഗിച്ചിട്ട് ഉള്ള ചേഞ്ചസ് മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ
ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ഈസ് ഷോൺ. കാരണം എന്താ, അവിടെ എല്ലാ ഐറ്റംസും നമ്മൾ പറഞ്ഞു, ബാലൻസിങ് ഫിഗർ എല്ലാത്തിൻ്റെയും അവിടെ എടുത്തിട്ടുണ്ട്, മുമ്പ് ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഒരു 5 പോയിൻറ്റ്സ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കാനുണ്ട്. അതും ചേർത്തിട്ട് നാളെ നമുക്കൊരു പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.